തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം. അങ്ങനെ മുസ്ലിം ലീഗിന് 3-ാം സീറ്റിൽ എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. 3-ാം സീറ്റ് നൽകാൻ കഴിയാത്തതിലെ ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒഴിവുവരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിൽ UDF-ൽ തീരുമാനമായിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് സതീശന്റെ പ്രതികരണം കേൾക്കാം. UDF-ന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി. ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ 3-മതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അഭ്യർത്ഥിച്ചിരുന്നു. 3-മത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ 3-മത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമൽ, ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും 2 സീറ്റുകൾ തന്നെ നിലവിലുള്ളൂ എന്നുള്ളതാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനത്തിലേക്കാണ് UDF ഇപ്പോൾ സീറ്റ് വിഭജന യോഗത്തിന് ശേഷം UDF നേതാക്കൾ പറയുന്ന കാര്യം എന്താണ്? UDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. നിലവിലുള്ള സീറ്റുകളിൽ 20 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഇത്തവണയും മത്സരം ഉണ്ടാവുക. 16 സീറ്റിൽ 20-ൽ 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 2 സീറ്റുകൾ മലപ്പുറവും പൊന്നാനിയും ലീഗിന് നൽകും. അതോടൊപ്പം തന്നെ കോട്ടയം കേരള കോൺഗ്രസിനും കൊല്ലം RSPക്കും നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ UDF എത്തിച്ചേർന്നിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു, പക്ഷേ ഇതിന്റെ പ്രഖ്യാപനം വൈകുകയായിരുന്നു. ഇപ്പോൾ ലീഗുമായി സംസാരിച്ച് ലീഗിനെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. കൂടുതൽ സീറ്റുകൾ നൽകാൻ 3-ാം സീറ്റ് ലീഗിന് അർഹതയുണ്ടെങ്കിൽ കൂടി നിലവിൽ കോൺഗ്രസിന് അത് നൽകാൻ കഴിയാത്തതിലെ പ്രതിസന്ധി കൃത്യമായി തന്നെ ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിട്ടുവീഴ്ചകൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിനായിരുന്നു സ്വാഭാവികമായും അത് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് കോൺഗ്രസിന് ലഭിക്കില്ല. പകരം ആ സീറ്റ് ലീഗിന് വിട്ടു നൽകും. അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന ഒരു സീറ്റുണ്ട്, ആ സീറ്റ് കോൺഗ്രസ് നൽകാനുള്ള ധാരണയും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ രാജ്യസഭാ സീറ്റ് നൽകി പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് UDF നേതൃത്വം. 20 സീറ്റുകളിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. ലീഗുമായി നിലവിൽ എന്തായാലും കാര്യമായ പ്രശ്നങ്ങളില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനിടെ ഈ 3-ാം സീറ്റ് സംബന്ധിച്ച വിഷയത്തിലെ തർക്കത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഒരു ബോധ്യം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ലീഗിനുമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ചർച്ചകൾ അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട് എന്ന കാര്യം തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നിലവിലത്തെ അവസ്ഥയിൽ അത് നൽകാൻ കഴിയില്ല. നൽകുകയാണെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട് പോലത്തെ സീറ്റുകളാണ് പരിഗണിക്കപ്പെടുന്നത്. അത് നൽകാൻ കഴിയാത്തതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. അത് ലീഗ് നേതൃത്വവും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ പരസ്യപ്രതികരണമോ തർക്കമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ 3-ാം സീറ്റ് സംബന്ധിച്ച വിഷയത്തിൽ ലീഗ് അണികളും കോൺഗ്രസ് അണികളും തമ്മിലുള്ള വാക്പോരൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ അതിന് ഒരു അന്ത്യമാകുകയാണ്. സാദിഖ് അലി തങ്ങളെ കൂടി ഈ വിവരം ധരിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് 3-ാം സീറ്റ് ലീഗിന് നൽകാൻ കഴിയാത്തത്, എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തങ്ങളെ അടക്കം അറിയിച്ച് ബോധ്യപ്പെടുത്തി ആണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ധാരണയായിരുന്നതാണ്. പക്ഷേ അതിന്റെ പ്രഖ്യാപനം ഇന്നത്തേക്ക് നീളുകയായിരുന്നു. കോൺഗ്രസിലെ സീറ്റ് ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ സീറ്റിനെ ചൊല്ലി പറഞ്ഞതുപോലെ ലീഗിലും കോൺഗ്രസിലുമുള്ള നേതാക്കൾ പരസ്പരം പോരടിക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് LDF ഇതിലൊരു മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ CMP നേതാവായിട്ടുള്ള CP ജോൺ വരെയുള്ള ആളുകളൊക്കെ ഇതിൽ കൂടുതൽ സീറ്റ് ലീഗിന് വേണമെന്നുള്ള ആവശ്യം പുറത്തു നിന്നൊക്കെ പല കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ മറ്റു സാധ്യതകളൊക്കെ നമ്മൾക്ക് മുന്നിൽ കാണാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കൊന്നുമില്ല. ഒരു പൂർണ്ണമായ ഒരു സമവായത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്തിയിരിക്കുന്നു അല്ലെ UDF? നിലവിൽ എന്തായാലും ഇനി ഇത് സംബന്ധിച്ച വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് എന്നുള്ള
ഒരു ധാരണയിൽ രാജ്യസഭാ സീറ്റ് ഇതിന് തൊട്ടടുത്ത് ഒഴിവരുന്ന സീറ്റ് സാധാരണ നിലയിൽ കോൺഗ്രസ് ലഭിക്കേണ്ട സീറ്റാണ്. പക്ഷേ ആ സീറ്റിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച നടത്തുകയാണ്. അത് ലീഗിന് നൽകാമെന്നുള്ള ധാരണയിലേക്ക് പോകുന്നു. പക്ഷേ അതിനുശേഷം വരുന്ന സീറ്റ് അത് ലീഗിന് ലഭിക്കേണ്ട സീറ്റാണ്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. അതായത് ലീഗിന് വലിയ തോതിലുള്ള നേട്ടം ഈ ഒരു സീറ്റ് വിഭജനത്തിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ആദ്യം വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് കിട്ടും. അതിനുശേഷം ഒരു വർഷത്തിനകം തന്നെ രണ്ടാമത്തെ സീറ്റിൽ ഒഴിവ് വരും. ആ സീറ്റിൽ സ്വാഭാവികമായും ലീഗാണ് മത്സരിക്കേണ്ടത്. പക്ഷെ അപ്പോൾ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. ഭരണം കിട്ടുകയാണ് എങ്കിൽ ആകെ 5 സീറ്റുകളിൽ എംപിമാരെ വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ 3 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് ലീഗിനും ഉറപ്പുവരുത്തും എന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ 3ാം സീറ്റ് എന്നുള്ള ആവശ്യം അത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ആ ചർച്ചയും ഇവിടെ അവസാനിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ UDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. ലീഗിന് 2 സീറ്റ് തന്നെയാണ്. 16 സീറ്റിൽ കോൺഗ്രസ് ഉണ്ടാകും. അപ്പോൾ തന്നെ ഒരു സീറ്റിൽ RSP, ഒരു സീറ്റിൽ കോൺഗ്രസ്. നിലവിലെ ഏത് തരത്തിലാണോ സീറ്റ് വിഭജനം ഉള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ളതാണ് UDFന്റെ തീരുമാനമായിരിക്കുന്നത്. ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ എടുത്തു പറയുകയും ചെയ്തു.